തെരച്ചിൽ നടത്തുന്നതിന് വിദഗ്ധരായ ആളുകളുടെ സഹായം തേടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെയുള്ള നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തിരച്ചിൽ ഇത്രയും ദിവസമായിട്ടും കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് NDRFിൻ്റെയും SDRFിൻ്റെയും ഒക്കെ യൂണിറ്റാണ്. വളരെ കുറച്ചു പേർ മാത്രമാണ് ആ മേഖലകളിൽ നിന്നുള്ള ആളുകളുള്ളൂ. കൂടുതൽ വിദഗ്ധരായ ആളുകളെയും അതുപോലെ തന്നെ ഇതിന് തൊട്ടടുത്താണ് കാർവാറിലുള്ള നേവിയുടെ യൂണിറ്റ് ഉള്ളത്. അവിടെ നിന്ന് നേവിയെയും സഹായവുമൊക്കെ ഈ തെരച്ചിലിന് വേണ്ടി സ്വീകരിക്കണം എന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. പക്ഷേ പോലീസും ജില്ലാ ഭരണകൂടവും സർക്കാരുമൊക്കെ ഈ നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ മാത്രമാണ് നടത്തുന്നത്. ഈ തെരച്ചിലിൽ ആളുകളെ കണ്ടെത്താനാവും എന്നൊരു പ്രതീക്ഷ കുടുംബത്തിന് ഇപ്പോൾ നഷ്ടപ്പെടുകയാണ്. കാരണം ഇന്ന് രാവിലെ മുതൽ നല്ല കാലാവസ്ഥയായിരുന്നു. കൂടുതൽ വേഗത്തിൽ തെരച്ചിൽ നടത്താനാവുകയും അവിടെ നിന്ന് വാഹനം കണ്ടെത്താനും അതിലുള്ള ആളുകളെയൊക്കെ കണ്ടെത്താനും ഒക്കെ കഴിയും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ റഡാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ നടന്നിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു വേഗത വളരെ കുറവാണ്. അതുകൊണ്ടാണ് കുടുംബം നാട്ടിൽ നിന്ന് ഈ മേഖലയിൽ ഇത്തരം തെരച്ചിലിനും ദുരന്ത കേന്ദ്രങ്ങളിലുമൊക്കെ പ്രവർത്തിച്ചു പരിചയമുള്ള സാമൂഹ്യ പ്രവർത്തകർ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളായ ആളുകളുടെ തേടി അങ്ങനെ കേരളത്തിൽ നിന്ന് വന്ന ആളുകളെ കൂടി ഈ പ്രവർത്തനത്തിൽ ഉപയോഗപ്പെടുത്തണം എന്നവർ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ ഉടമയും അവരുടെ സുഹൃത്തുക്കളും എത്തിയത്. പക്ഷേ അവരെ ഈ മേഖലകളിലേക്ക് പ്രവേശിപ്പിക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അവരോട് ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് നേരത്തെ സംസാരിച്ചിരുന്നോ ഷഫീഖ്? കാരണം ഇവർ ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഇറങ്ങുന്ന വിദഗ്ധരായ ആളുകളാണ്, അവരെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്ന് അവരോട് ഫോർമലായി സംസാരിച്ചതിന് ശേഷമായിരുന്നു, അല്ല അതോ ഈ ഇതൊന്നും മുൻകൂട്ടി സൂചിപ്പിക്കാതെ അവരങ്ങ് കയറി ചെല്ലുകയായിരുന്നു? അതാണോ ഇങ്ങനെ ഒരു സംഭവത്തിന് കാരണമായത്, മർദ്ദനത്തിന് കാരണമായത്? നമ്മോടൊപ്പം ഇപ്പോൾ വാഹനത്തിൻ്റെ ഉടമ നമ്മോടൊപ്പം ഉണ്ട്. നേരത്തെ മർദ്ദനമേറ്റത് ഇദ്ദേഹത്തിനാണ്. നേരത്തെ 2 സുഹൃത്തുക്കളെയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്നത്. അവർ ഈ മേഖലകളിൽ എക്സ്പേർട്ടാണ്. പല സ്ഥലങ്ങളിലുമൊക്കെ സന്ദർശിച്ച് ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ആളുകളാണ്. നിങ്ങൾ ആ വിവരം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തിരുന്നോ? എന്താണ് അവരെ തടയുന്നതിനൊരു കാരണമായി പറഞ്ഞത്? ഇത് തടയുന്നതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. തടയുന്നതിന് എന്താ കാരണം, ഞാൻ രാവിലെ മുതലേ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു എക്സ്പേർട്സ് വരുന്നുണ്ട്, നിങ്ങൾ അലോ ചെയ്യണം എന്നുള്ളത്. കളക്ടർ ഇവിടുത്തത് ഓക്കെ പറഞ്ഞതാണ്. അതിനും വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് രാവിലെ മുതൽ പല ആൾക്കാരെടുത്ത് സംസാരിച്ചതിന് ശേഷമാണ് അങ്കോലയിൽ ട്രെയിൻ സ്റ്റോപ്പായി കിട്ടിയത്. ട്രെയിനിന് അങ്കോലയിൽ സ്റ്റോപ്പില്ല. ഓൾറെഡി ട്രെയിനിന് മഴ കാരണം ഡിലേ ആണ് ഉള്ളത്. അപ്പം നമുക്ക് ഈ ഡിലേകളൊക്കെ നമുക്ക് ബാധിക്കുന്ന വിഷയമാണ്. ട്രെയിൻ അങ്ങനെ അങ്കോലയിൽ പല ആൾക്കാരെയും ബന്ധപ്പെട്ട് 1 മിനിറ്റ് അങ്കോലയിൽ ഇവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മാത്രം സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ തന്നെ ഡയറക്റ്റ് പോയി, ഇവർ ഉദ്യോഗസ്ഥന്മാരും വന്നില്ല, നമ്മൾ തന്നെ ഡയറക്റ്റ് പോയി ഓരോ റെസ്ക്യൂ ടീമിനെയും കൂട്ടി ഇവിടെ എൻട്രൻസിൽ വന്നു. ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ നിങ്ങൾ കണ്ടല്ലോ രംഗങ്ങൾ, കയറ്റി വിടുന്നില്ല. ആ രംഗങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും ജനങ്ങൾ അറിയണുണ്ട് എന്താ സംഭവിക്കണമെന്നുള്ളത്. അത് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് 4 എൻട്രൻസ് വെറുതെ ബ്ലോക്ക് ആക്കിയിട്ടിട്ട് വിടുന്നില്ല. ഇത് മാധ്യമപ്രവർത്തകരായിക്കോട്ടെ വണ്ടി ആയിക്കോട്ടെ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും മേലെ ഇല്ല. അവിടെ സുഖമായിട്ട് ഇഷ്ടമാതിരി കാറ് പാർക്ക് ചെയ്യാനും ആളുകൾക്ക് നിൽക്കാനും ഒക്കെ സൗകര്യമുണ്ട്. ഇവരിതിനത് പുറത്തേക്ക് പോകരുത്. ഇതിൻ്റെ വ്യാപ്തി സത്യത്തിൽ ഭയങ്കര വലുതാണ്. ഈ മണ്ണ് മൊത്തം പോയിട്ട് ഈ മിണ്ടാപ്രാണി കുറേ പാവപ്പെട്ട ഈ നാട്ടിലുള്ള കുറേ ആളുകളുണ്ട്. ഇവർ ഈ കളക്ടർ കരുതി കൂട്ടിയിട്ട് എണ്ണം കുറച്ച് പറയാണ്. എണ്ണം കൂടുതലാണ്, മരണസംഖ്യയൊക്കെ കൂടുതലാണ്. അത്യാവശ്യം നമ്മൾ ഈ കേരളത്തിലെ മീഡിയാസ് സജീവമായതുകൊണ്ട് നമ്മളെ കാര്യത്തിൽ കുറച്ചെങ്കിലും പണി നടക്കുന്നുണ്ട്. അവരുടെ കാര്യത്തിലൊന്നും ഒരു പണിയും നടക്കുന്നില്ല. അവിടെ ഉണ്ടായതിന് ആ ചായപ്പീടി ഉണ്ടല്ലോ, റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻറ്റിന് മേലേക്കാണ് ബഹുഭൂരിപക്ഷം മണ്ണും കിടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ആണ് മനുഷ്യന്മാരുള്ളതെന്ന് ഈ സ്റ്റാർട്ടിങ് മുതലേ എല്ലാ ചാനലിലും പറയണതാണ്. അതിൻ്റെ റെസ്റ്റോറൻറ്റിലുള്ള മുതലാളിയും പിന്നെ വൈഫും കുട്ടികളും കടലിൽ നിന്നാണ് കിട്ടിയത് വരെ. പക്ഷേ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ ആ സമയത്ത് 10-15 പേര് ചായ കുടിക്കുന്നുണ്ടെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ആ ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടില്ല. ഇപ്പം എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റിൻ്റെ മേലാണ് മണ്ണുള്ളത്, ബാക്കിയുള്ള മണ്ണും കൂടി എടുത്തിട്ട് അതിൻ്റെ മേലേക്കാണ് ഇടുന്നത്.
ഐറ്റിങ്ങൾക്ക് ശബ്ദിക്കാൻ ആരുമില്ല. ശരി, ലോറി ഉടമ ഞങ്ങളുടെ മുബീൻ കാര്യത്തിലാണ് അങ്ങേറ്റം ഗൗരവതരമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. മണ്ണിനടിയിൽ ഇനിയും ആളുകൾ ഉണ്ട് എന്നുള്ള സംശയം ഇപ്പോഴും ബാക്കിയാണ്. പക്ഷേ കാര്യമായ രക്ഷാപ്രവർത്തനം നടക്കാത്തതിലുള്ള വിഷമം